2006 ഡിസംബർ 29 അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. ബാഗ്ദാദിലെ കോൺക്രീറ്റ് ജയിലിനുള്ളിൽ ഒരു തടവുകാരനുണ്ട്. ഇയാളുടെ സാന്നിധ്യത്തെക്കുറിച്ച് പുറം ലോകത്തിന് യാതൊരു ധാരണയുമില്ല. അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിരുന്ന സൂപ്പർ 12 എന്ന എലൈറ്റ് ഗാർഡുകൾക്കിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ചില ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. സദ്ദാം ഹുസൈനെ ഉടനെ തന്നെ ബിൽഡിംഗ് 114-ൽ നിന്നും മാറ്റണമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥർ എലൈറ്റ് ഗാർഡുകളെ അറിയിച്ചു. ഓരോ ദിവസവും ജയിലിനുള്ളിൽ നിന്ന് ഉറക്കമുണരുമ്പോൾ ആ ദിവസം തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സദ്ദാം ഹുസൈൻ തന്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ ചിലവഴിച്ചിരുന്നത് 114 എന്ന ജയിലറക്കുള്ളിലാണ്. കഴിഞ്ഞ 3 വർഷമായി അമേരിക്കൻ സൈന്യം സദ്ദാം ഹുസൈനെ തിരയുകയായിരുന്നു. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ സദ്ദാം ഹുസൈൻ ഈ ലോകത്തോട് വിട പറയുമെന്ന് ജയിലിന് പുറത്തുള്ള ഗാർഡുകൾക്കറിയാമായിരുന്നു. പിറ്റേ ദിവസം, അതായത് 2006 ഡിസംബർ 30, സമയം പുലർച്ചെ 2:30 ആയിട്ടുണ്ട്. അന്നൊരു ബലിപെരുന്നാൾ ദിവസമാണ്. പുലർച്ചെ തന്നെ ഉറക്കത്തിൽ നിന്നും അദ്ദേഹം ഉണർന്നു. ജയിലിനുള്ളിലെ പൈപ്പ് വെള്ളത്തിൽ നിന്നും ഉളു എടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ സമ്മാനമായി നൽകിയ ഖുർആൻ വായിക്കാൻ തുടങ്ങി. ആ സമയത്താണ് അങ്ങോട്ട് കുറച്ച് പോലീസ് ഗാർഡുകൾ വരുന്നത്. അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങളുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് അവർ സദ്ദാമിനെ അറിയിച്ചു. ഈ വാർത്ത കേട്ടിട്ടും സദ്ദാം ഹുസൈൻ വളരെ ശാന്തനായി തന്നെ അവരെ നോക്കി. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പേടിയോ സങ്കടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സദ്ദാം ഇതിന് മറുപടിയായി പറഞ്ഞത്, എനിക്ക് ഇതിനു മുമ്പും ഇതുപോലെ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സമയം ഏറെക്കുറെ പുലർച്ചെ 3:24. തനിക്കൊന്ന് കുളിക്കാൻ അനുവാദം ചോദിച്ച സദ്ദാമിന് അവിടെയുള്ള പോലീസ് ഗാർഡുകൾ കഴിക്കാനായി മാംസവും റൊട്ടിയും പഴങ്ങളും നൽകി. പക്ഷേ സദ്ദാം കുറച്ച് വെള്ളം മാത്രമാണ് കുടിച്ചത്. തൂക്കിലേറ്റുമ്പോൾ വേദന അറിയാതിരിക്കാൻ ഉറക്ക ഗുളിക നൽകാമെന്ന് സദ്ദാമിനോട് ഒരു അമേരിക്കൻ ഡോക്ടർ പറഞ്ഞു. ഇതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വ്യക്തമായ ബോധത്തോടെ മരിക്കണം എന്നാണ്. ഫജർ നമസ്കാരത്തിന് ശേഷം സദ്ദാം തന്റെ ഭാര്യ നൽകിയ ഖുർആൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. സമയം 4 മണി ആയിട്ടുണ്ട്. ഒരു ഓഫീസർ വന്ന് സദ്ദാമിനോട് സമയമായെന്നറിയിച്ചപ്പോൾ അയാളോട് സദ്ദാം പറഞ്ഞു, എന്റെ പഴയ കോട്ട് എനിക്ക് ധരിക്കണമെന്നും എന്റെ സഹോദരങ്ങളോട് യാത്ര പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൂക്കിലേറ്റുന്ന മുറിയിൽ തണുപ്പില്ല എന്ന് പോലീസ് ഗാർഡ് പറഞ്ഞപ്പോൾ സദ്ദാം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബാഗ്ദാദിലെ പുലർച്ചെ കാറ്റിന് നല്ല തണുപ്പാണ്. എന്റെ ജനത തങ്ങളുടെ ഭരണാധികാരി പേടികൊണ്ട് വിറക്കുകയാണെന്ന് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം അവിടെയുള്ള ഗാർഡുകൾക്കെല്ലാം കൈ നൽകി. തന്റെ കയ്യിലുള്ള റോളക്സ് വാച്ച് ഊരി ഒരു ഗാർഡിന് അദ്ദേഹം സമ്മാനമായി നൽകി. നിങ്ങൾ എനിക്ക് ഏതൊരു ഇറാഖിയേക്കാളും സ്വന്തം കുടുംബത്തെ പോലെയായി മാറിയിരിക്കുന്നുവെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു. അങ്ങനെ വധശിക്ഷക്കായി അദ്ദേഹത്തെ ബാഗ്ദാദിലെ കാദിമിയ ഏരിയയിലുള്ള ക്യാമ്പ് ജസ്റ്റിസിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയാണ്. യാത്രക്കിടെ അദ്ദേഹം തന്റെ നഗരമായ ബാഗ്ദാദിനെ ഒന്ന് അവസാനമായി കാണാൻ സദ്ദാം അനുവാദം ചോദിച്ചു. വധശിക്ഷാ മുറിയിൽ ഒരു മരം കൊണ്ട് നിർമ്മിച്ച പ്ലാറ്റ്ഫോമും അതിനു മുകളിലായിട്ട് 39 കെട്ടോട് കൂടിയ ഒരു വലിയ കയറും തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. സദ്ദാമിനെതിരെയുള്ള കുറ്റപത്രങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ അദ്ദേഹം അമേരിക്ക തുലയട്ടെ, ഫലസ്തീൻ വാഴട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചു. എല്ലാ കാലത്തും സദ്ദാമിന്റെ എതിരാളിയായ മുഖ്തദ അൽ സദർ ആണ് അദ്ദേഹത്തിന്റെ കഴുത്തിൽ കയറിട്ടതെന്ന് പറയുന്നുണ്ട്. സദ്ദാം, നീ നരകത്തിലേക്ക് പോകൂ എന്ന് അവിടെ കൂടിയവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഇറാഖ് തന്നെ ഒരു നരകമാണെന്നായിരുന്നു സദ്ദാമിന്റെ മറുപടി. ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ടിരിക്കെ അദ്ദേഹം താഴേക്ക് പതിച്ചു. ഇദ്ദേഹത്തിന്റെ മരണശേഷം നിരവധി വിവാദങ്ങളും സംസ്കാരങ്ങളും ഉയർന്നു വന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം ജന്മനാടായ അൽ ഔജയിൽ സംസ്കരിച്ചു. അടുത്ത ബന്ധുക്കളും നേതാക്കളുമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെ നിന്നും മാറ്റി രഹസ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് സംസ്കരിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സദ്ദാം ഹുസൈനെ കുറിച്ച് പുറത്തു വന്ന കാര്യങ്ങൾ മാത്രമാണിത്. ഒരുപക്ഷെ പുറം ലോകം അറിയാത്ത ഒരുപാടധികം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജയിൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.